ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയും ഭ്രമയുഗവും ഇന്ന് ചർച്ചാ വിഷയമാവുകയാണ്. ലണ്ടനിലെ അഭിനയ കളരികളിൽ ഇന്ന് ഭ്രമയുഗം ഒരു സ്റ്റഡി മെറ്റീരിയലായി മാറുകയാണ്. കംപ്ലീറ്റ് ആക്ടറൊക്കെ എന്ത്, ഇങ്ങനെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന കംപ്ലീറ്റ് ആക്ടറും മമ്മൂട്ടി എന്ന നടൻ ഇന്ന് വേൾഡ് വൈഡായിട്ട് ഒരു സ്റ്റഡി മെറ്റീരിയലായി പോകുന്നു. അത് അഭിനയം ആഗ്രഹിക്കുന്നവർക്കും അഭിനയത്തെക്കുറിച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും അതൊരു സ്റ്റഡി മെറ്റീരിയലായി മാറുകയാണ്. അത് ആണ് മമ്മൂട്ടി എന്ന് തന്നെ പറയാം. നമുക്ക് ആ ഒരു വാക്ക് നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രമേഹം ഈസ് നൗ പാർട്ട് ഓഫ് ദ കരിക്കുലം അറ്റ് ദ പ്രസ്റ്റീജിയസ് ലണ്ടൻ ഫിലിം സ്കൂൾ അറ്റ് ലീസ്റ്റ് ഫോർ ദ ടൈം ബീയിങ് എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഹാവ് ട്രാവൽ ബിയോണ്ട് കൺട്രീസ് റീച്ചിങ് അക്രോസ് കൺട്രീസ്. അതായത് രാജ്യങ്ങൾ കടന്നും ഇന്ന് ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ അഭിനയം നമുക്ക് കാണാൻ കഴിയുന്നു. ഓരോ അഭിനയം മോഹിക്കുന്ന വ്യക്തികളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു. മലയാളികളല്ല പുറത്തേക്ക്. ഇവിടെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വാഴ്ത്തിപ്പാടുന്ന പലരെയും പുറത്ത് പോലും അറിയാനില്ല എന്നുള്ളത് തന്നെയാണ്. അവരെല്ലാം ബ്രാൻഡിൻ്റെ പുറകെയും വലിയ കൊമേഴ്ഷ്യൽ പടങ്ങൾക്ക് പുറകെയും പോകുമ്പോൾ എന്താണ് അഭിനയമെന്ന് കണ്ടുപഠിക്കണമെങ്കിൽ, അത് വിദേശികൾ സഹിതം കണ്ടുപഠിക്കണമെങ്കിൽ ഒരേ ഒരു പേരേ ഉള്ളൂ, അത് മമ്മൂട്ടി തന്നെ. ഇംഗ്ലണ്ടിലെ ഒരു ഫിലിം സ്കൂളിൽ മലയാള ചിത്രം ഭ്രമയുഗം മുൻനിർത്തി ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നു എന്ന വീഡിയോ കാണുമ്പോൾ അത് മലയാളികൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് അരങ്ങ് വാഴുക തന്നെയാണ്. ഭ്രമയുഗം എന്ന സിനിമ കണ്ടവർക്കറിയാം, അത് അമ്മാതിരി ഒരു പടം തന്നെയാണ്. അഭിനയത്തിൻ്റെ അമ്മാതിരി ഒരു റേഞ്ച് തന്നെയാണ്. നാഷണൽ അവാർഡോ ഇനിയിപ്പോൾ ഏത് റേഞ്ചിലുള്ള ഓസ്കാറോ എന്ത് കൊടുത്താലും മതിയാവില്ല. ഒരുപക്ഷെ ഇതൊന്നും തന്നെ മമ്മൂട്ടിക്ക് ലഭിക്കുകയുമില്ല. കാരണം അങ്ങേരെ ഇതിനകത്തിൽ നിന്നെല്ലാം മാറ്റി നിർത്തും. പക്ഷേ ഒരു കാര്യം, മനസ്സിലെ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലെ അവാർഡ് ഇയാൾക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. പേര് മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് തന്നെ 73 വയസ്സായി. പക്ഷേ അങ്ങേരുടെ അഭിനയം കാണുമ്പോൾ ഒരു കാര്യം, ഇതുവരെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ അഭിനയത്തിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഇത്രത്തോളം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ജനിച്ചതായി നമ്മളുടെ അറിവില്ല. ഇതിലും വലിയ നടന്മാരെയൊക്കെ കണ്ട് വളർന്നതാണ് പാശ്ചാത്യ ലോകവും എല്ലാം. ഇവിടെ മലയാളം പോലും സത്യൻ മാഷുമൊക്കെ മമ്മൂട്ടിയെ മോഹൻലാലിനേക്കാളും ഒക്കെ, കൊട്ടാരക്കരയും ഒക്കെ മമ്മൂട്ടിയെ മോഹൻലാലിനേക്കാളും ഒക്കെ വലിയ നടന്മാരാണ്. നെടുമുടിയും തിലകനുമൊക്കെ. പക്ഷേ ഇങ്ങേരുടെ അഭിനയത്തിനോടുള്ള ആ ഒരു ആവേശവും ഇഷ്ടവും ഈ പറഞ്ഞ ഒരു നടന്മാരിലും നമ്മൾക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം. ഒരുപാട് പേർക്ക് ഇൻബോൺ ടാലൻ്റ് ആയിട്ട് കാണുന്നവർക്ക് പോലും അത് വലിയ സംഭവം. അവർ ചിരിക്കുമ്പോഴും അനങ്ങുമ്പോഴും തോളി ചിരിക്കുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും ഒക്കെ അഭിനയം വരുമ്പോൾ ഒന്നുമല്ലാത്ത എന്നെപ്പോലെയും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരനായ മിസ്റ്റർ മമ്മൂട്ടി 73 വയസ്സുകാരൻ, അയാൾ 32 വയസ്സിൽ അല്ലെങ്കിൽ 26 വയസ്സിൽ തൊട്ട് സിനിമ ആഗ്രഹിച്ച് നടക്കുമ്പോൾ ഇന്ന് അയാൾ തേച്ച് മിനുക്കി കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു കാര്യമാണ്. ഇൻബോണോ അല്ലെങ്കിൽ ദൈവികമായി കൊടുത്ത ആ ഒരു സൃഷ്ടിയോ ഒന്നുമല്ല. അയാൾ കഷ്ടപ്പെട്ട് ഒരു മനുഷ്യനായി നിന്ന് അതിനകത്തിലൂടെ കഷ്ടപ്പെട്ട് നേടിയ ഒരു കാര്യമാണ്. അതുതന്നെയാണ് ഇന്ന് ലണ്ടൻ സ്കൂളിൽ നമുക്കത് കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഭ്രമയുഗം. മമ്മൂട്ടിയോളം വലിയൊരു നടനെ നമുക്ക് കാണാനില്ല. കാരണം കഷ്ടപ്പെട്ട് സാധാരണക്കാരൻ ഒരു നടനാവുമ്പോൾ നമുക്ക് സ്വതസിദ്ധമായി കിട്ടിയ അല്ലെങ്കിൽ അതിന് മുകളിൽ കിട്ടിയ ഒന്നുമല്ല. സാധാരണക്കാരനായ ഒരു മുഹമ്മദ് കുട്ടിക്ക് ഒരു മമ്മൂട്ടിയായി മാറി ലണ്ടൻ സ്കൂളിലെ പഠന വിഷയമാകാൻ മാറിയിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് മലയാളിയുടെ ഏറ്റവും വലിയ അഹങ്കാരവും സന്തോഷവും. ഇതേപോലെയൊക്കെ ഒരു ജന്മത്തിൽ ആകാൻ കഴിഞ്ഞുവെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണ്. അമ്മാതിരി ഐറ്റമല്ലേ പടച്ച് വിട്ടേക്കുന്നതെന്ന് ഒരു കമൻറ്റ്. കാത്തിരിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇതിനും മികച്ച ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇതിലും മികച്ച ഒരു കഥാപാത്രം നിങ്ങൾക്ക് കാണിക്കാനുണ്ടെങ്കിൽ ഒന്ന് പറയാം. പലരും അവരുടെ നല്ല സമയങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കൽ പോലും ഒരു നടൻ്റെയും കരിയറിൽ ഇതേപോലെ മികച്ച ഒരു സിനിമ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ വരാം, ഇല്ലെങ്കിലും വരാം. കാരണം ഇത് മമ്മൂട്ടി മോഹൻലാൽ ഫൈറ്റൊന്നുമല്ല. ഒരു വ്യക്തി, ഒരു സാധാരണ മനുഷ്യൻ, അയാൾ സിനിമയുടെ അഭിനിവേശം കൊണ്ട് ആഗ്രഹങ്ങൾ മൂത്ത് ഇന്ന് ലോകമെമ്പാടും എത്തുന്നുണ്ടെങ്കിൽ അയാളെക്കാൾ വലിയ നടനായി വേറെ ഒരാളെയും കാണാനില്ല. മോഹൻലാൽ എന്ന നടനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പരോക്ഷമായി പറയുന്നതും. അയാൾക്ക് ഇൻബോൺ ആയിട്ട് ടാലൻ്റ് ഉണ്ട്. പണ്ട് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഫാദർ ഫാസിൽ സാർ പറഞ്ഞ പോലെ 10-18 നമ്പറുള്ള മോഹൻലാലിൻ്റെ അടുത്ത് അടിച്ചു നിൽക്കാൻ 2-3 നമ്പറുള്ള മമ്മൂട്ടിക്ക് കഴിയുമെങ്കിൽ അതിൽ കൂടുതൽ എന്താണ് വലുതായിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാത്തിനും ഫസ്റ്റ് മേടിക്കുന്ന ഒരുത്തൻ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾക്ക് വലിയ കഴിവൊന്നുമില്ല, നിങ്ങൾ സാധാരണ ഒരുക്കാരനായി 35-40 പേരുള്ളടുത്ത് 30ഓ 35ആമതോ ആയി നിൽക്കുന്ന ഒരുത്തൻ ലാസ്റ്റ് റിസൾട്ട് വരുമ്പോൾ ഇവനെ ഈ ഫസ്റ്റ് മേടിക്കുന്നവനേക്കാൾ കൂടുതൽ മാർക്ക് മേടിച്ച് ഏറ്റവും മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവനോടൊപ്പം നിൽക്കുമ്പോൾ ആരാണ് ഏറ്റവും മികച്ചയാൾ? നമ്മളുടെയൊക്കെ സാധാരണക്കാരൻ്റെ ചിന്തയിൽ ആ രണ്ടാമത് പറഞ്ഞ ആൾ തന്നെയാണ്. തുടർച്ചയായി 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ IAS വരെ കിട്ടിയ
വലിയവനല്ല. 10ാം ക്ലാസ്സും തോറ്റിട്ട് മറ്റുള്ളവന്മാർ മുന്നോട്ട് നടക്കുമ്പോൾ IASും കളക്ടറുമായി നടക്കുന്ന സാധാരണക്കാരനെ തന്നെയാണ് നമ്മൾ മികച്ചവനായി കാണുന്നത്. കാരണം അങ്ങനെയാണ് അവൻ്റെ ആ ഒരു സാഹചര്യവും അവൻ മുന്നോട്ട് പോയതും. അതുതന്നെയാണ് മമ്മൂട്ടിയിലും നമ്മൾ കാണുന്നത്. വെറും സാധാരണക്കാരനായി അഭിനയത്തിൻ്റെ ബാലപാഠത്തിൽ പോലും സ്റ്റിഫ്നെസ് ഉണ്ടായിരുന്ന ആ ഒരു മനുഷ്യൻ ഇന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് അല്ലെങ്കിൽ ലണ്ടനിലെ ഒരു സ്കൂളിൽ ആ ഒരു റേഞ്ചിലേക്ക് എത്തി നിൽക്കുമ്പോൾ, അയാളൊരു സ്റ്റഡി മെറ്റീരിയൽ ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. വേറെ ഒന്നുമല്ല, എന്ത് കാര്യവും നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് നടക്കും എന്നുള്ളത് തന്നെയാണ്. അതിന് എല്ലാവർക്കുമുള്ള ഏറ്റവും പോസിറ്റീവ് മോട്ടിവേഷനാണ് മിസ്റ്റർ മമ്മൂട്ടി, നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മൂക്ക. 37 വയസ്സുകാരനായ മമ്മൂക്ക വേണമെങ്കിൽ തിരിച്ചിട്ട് 73കാരനായ മമ്മൂക്ക എന്ന് എതിരാളികൾക്ക് വിളിക്കാവുന്ന ആ ഒരു മമ്മൂട്ടി. കാത്തിരിക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾക്കായി. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.